രാജസ്ഥാനിലെ ചിറ്റോർഗഡ് കോട്ട ഒറ്റനോട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം. എന്നാൽ നേരമിരുട്ടി വെളുക്കുമ്പോൾ ഇവിടുത്തെ കാറ്റിന് പോലും ഒരു വിചിത്രമായ ശബ്ദമുണ്ടെന്ന് അവിടുത്തെ നാട്ടുകാർ പറയും. ആ ശബ്ദം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ കോട്ടയ്ക്കുള്ളിൽ ജീവനോടെ കത്തിയെരിഞ്ഞ ആയിരക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും നിലവിളികളാണ്. ശത്രുക്കളുടെ കൈകളിൽ അകപ്പെട്ട് ക്രൂരമായി പീഡിപ്പിക്കുന്നതിനേക്കാൾ ഭേദം കത്തിയേരിയുന്ന അഗ്നിയിലേക്ക് പുഞ്ചിരിയോടെ ചാടി മരിക്കുന്നതാണെന്ന് ഉറപ്പിച്ച ഒരു കൂട്ടം സ്ത്രീകൾ. ഒരു തവണയല്ല, ഈ ഒരൊറ്റ കോട്ടയ്ക്കുള്ളിൽ മാത്രം 3 തവണയാണ് ഇത്തരം കൂട്ട ആത്മഹത്യകൾ നടന്നത്. ചരിത്രം ഇതിനെ ജൗഹർ എന്ന് വിളിക്കുന്നു. എന്തായിരുന്നു ചിത്തോർഗഡ് ഫോർട്ടിൽ സംഭവിച്ചത്? അലാവുദ്ദീൻ ഖിൽജിയും അക്ബറും ഈ കോട്ട ലക്ഷ്യം വെച്ചതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തായിരുന്നു? വംശഹത്യക്കായി സ്വന്തം ജീവൻ അഗ്നിക്കിരയാക്കിയ ആ സ്ത്രീകളുടെ ചോരയൂറുന്ന കഥയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. ഇന്ന് നമ്മൾ കാണുന്ന ആത്മഹത്യകളോ വിഷാദം മൂലമുള്ള മരണങ്ങളോ ആയിരുന്നില്ല ജവഹർ. അതൊരു യുദ്ധകാല ആചാരമായിരുന്നു. മധ്യകാല ഇന്ത്യയിൽ, പ്രത്യേകിച്ച് രജപുത്ര വംശജർക്കിടയിൽ നിലനിന്നിരുന്ന ഒരു അവസാന അടവായിരുന്നു അത്. ഒരു കോട്ട വലിയൊരു ശത്രു സൈന്യത്താൽ വളയപ്പെടുകയും ഇനി രക്ഷയില്ല, തോൽവി ഉറപ്പാണ് എന്ന് വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ജൗഹർ പ്രഖ്യാപിക്കുന്നത്. ശത്രുക്കൾ കോട്ടയ്ക്കുള്ളിൽ കടന്നാൽ പുരുഷന്മാരെ ക്രൂരമായി കൊല്ലുകയും സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. സ്വന്തം ആത്മാഭിമാനവും ശരീരവും ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാൻ രജപുത്ര സ്ത്രീകൾ തയ്യാറായിരുന്നില്ല. ജൗഹർ അനുഷ്ഠിക്കാൻ തീരുമാനിച്ചാൽ കോട്ടയ്ക്കുള്ളിൽ വലിയൊരു കുഴി നിർമ്മിച്ച് അതിൽ വിറകും നെയ്യും സുഗന്ധദ്രവ്യങ്ങളും നിറച്ച് വൻ അഗ്നികുണ്ഡമൊരുക്കും. സ്ത്രീകൾ അവരുടെ ഏറ്റവും മികച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് വിവാഹ വേഷത്തിലെന്ന പോലെ ഒരുങ്ങി വരും. തുടർന്ന് ദൈവത്തെ പ്രാർത്ഥിച്ച് ആ തീയിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി ചാടി മരിക്കും. ഈ സമയം പുരുഷന്മാർ എന്താണ് ചെയ്യുക? കോട്ടയ്ക്ക് പുറത്ത് സ്ത്രീകളുടെ നിലവിളി ഉയരുമ്പോൾ കോട്ടയുടെ വാതിലുകൾ തുറന്ന് തലയിൽ കുങ്കുമ നിറമുള്ള തലപ്പാവ് ധരിച്ച് മരണം ഉറപ്പിച്ചുകൊണ്ട് പുരുഷന്മാർ ശത്രുക്കൾക്ക് നേരെ പാഞ്ഞടുക്കും. ഒന്നുകിൽ ശത്രുവിനെ കൊല്ലുക, അല്ലെങ്കിൽ യുദ്ധക്കളത്തിൽ മരിക്കുക. ഇതിനെയാണ് സാക്ക എന്ന് വിളിക്കുന്നത്. ഈ ഭീകരമായ ആചാരത്തിന് 3 തവണ സാക്ഷ്യം വഹിച്ച ഇന്ത്യയിലെ ഒരേ ഒരു കോട്ടയാണ് ചിത്തോർഗഡ്. വർഷം 1303. ഡൽഹി സുൽത്താനായ അലാവുദ്ദീൻ ഖിൽജി ഇന്ത്യയിലെ ഏറ്റവും കരുത്തുറ്റ കോട്ടയായ ചിത്തോർഗഡ് വളയുന്നു. മേവാറിലെ രാജാവായിരുന്ന റാണ രത്തൻ സിംഗിന്റെ ഭാര്യ റാണി പത്മിനിയുടെ അസാധാരണമായ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞാണ് ഖിൽജി എത്തിയതെന്നാണ് പല കഥകളിലും പറയുന്നത്. എന്നാൽ ചരിത്രകാരന്മാർ പറയുന്നത് ചിത്തോർഗഡിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനവും ഖിൽജിയുടെ സാമ്രാജ്യത്വ മോഹങ്ങളുമായിരുന്നു യുദ്ധത്തിന് കാരണമെന്നാണ്. മാസങ്ങളോളം ഖിൽജിയുടെ സൈന്യം കോട്ടയ്ക്ക് പുറത്ത് തമ്പടിച്ചു. കോട്ടയ്ക്കുള്ളിലേക്കുള്ള ഭക്ഷണവും വെള്ളവും നിലച്ചു. ഒടുവിൽ രജപുത്രക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു. രാജാവ് രത്തൻ സിംഗ് യുദ്ധത്തിൽ വധിക്കപ്പെട്ടു, അല്ലെങ്കിൽ തടവിലാക്കപ്പെട്ടു എന്നുറപ്പായതോടെ കോട്ട ഖിൽജിയുടെ കൈകളിലേക്ക് വീഴുമെന്ന് വ്യക്തമായി. ഖിൽജിയുടെ ദാസികളാകാൻ ആ സ്ത്രീകൾ തയ്യാറല്ലായിരുന്നു. 1303 ഓഗസ്റ്റ് മാസത്തിലെ ഒരു രാത്രിയിൽ റാണി പത്മിനിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ കോട്ടയിലെ വിസ്തൃതമായ ഭൂഗർഭറകളിൽ ഒരുക്കിയ അഗ്നിയിലേക്ക് ചാടി മരിച്ചു. പിറ്റേന്ന് രാവിലെ കോട്ടയുടെ വാതിൽ തകർത്ത് അകത്തുകയറിയ അലാവുദ്ദീൻ ഖിൽജിയെ വരവേറ്റത് കരിഞ്ഞ മൃതദേഹങ്ങളുടെ മണവും വെണ്ണീറും മാത്രമായിരുന്നു. കോപാകുലനായ ഖിൽജി അന്ന് ആ കോട്ടയിലുണ്ടായിരുന്ന 30,000-ഓളം സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്യാൻ ഉത്തരവിട്ടു. റാണി പത്മിനിയുടെ കഥ പലർക്കും അറിയാമായിരിക്കും. എന്നാൽ ചിത്തോർഗഡ് അവിടെ കൊണ്ടും തീരുന്നില്ല. ചരിത്രത്തിൽ ആ ദുരന്തം വീണ്ടും ആവർത്തിച്ചു. രണ്ടാം ജൗഹർ. വർഷം 1535. ഖിൽജിയുടെ ആക്രമണത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് 1535 ഗുജറാത്തിലെ സുൽത്താനായ ബഹാദുർ ഷാ ചിത്തോർഗഡ് ആക്രമിക്കുന്നു. ആ സമയത്ത് മേവാർ ഭരിച്ചിരുന്ന വിക്രമാദിത്യ രാജാവിന് പ്രായപൂർത്തിയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അമ്മയായ റാണി കർണാവതിയായിരുന്നു ഭരണം നിയന്ത്രിച്ചിരുന്നത്. അയൽ രാജ്യങ്ങളിൽ നിന്നൊന്നും സഹായം ലഭിക്കാതെ വന്നപ്പോൾ തോൽവി ഉറപ്പിച്ച റാണി കർണാവതി കോട്ടയിലെ 10,000-കണക്കിന് സ്ത്രീകളോടൊപ്പം രണ്ടാമത്തെ ജൗഹർ അനുഷ്ഠിച്ചു. ചരിത്രരേഖകൾ പ്രകാരം ഏകദേശം 13,000 സ്ത്രീകളാണ് അന്ന് തീയിൽ ചാടി മരിച്ചത്. മൂന്നാം ജൗഹർ. വർഷം 1568.
ഇതാണ് ഏറ്റവും ക്രൂരമായ അധ്യായം. മുഗൾ ചക്രവർത്തിയായ അക്ബർ തന്റെ പീരങ്കിപ്പടയുമായി ചിത്തോർഗഡ് പിടിച്ചെടുക്കാൻ എത്തുന്നു. മാസങ്ങൾ നീണ്ട ഉപരോധത്തിനൊടുവിൽ രജപുത്ര സേനാനായകന്മാരായ ജയ്മലും ഫത്ത സിസോദിയയും വീരമൃത്യു വരിച്ചു. കോട്ടയ്ക്കുള്ളിൽ ഇനി പുരുഷന്മാർ ബാക്കിയില്ലെന്ന് കണ്ട ഫത്തായുടെ ഭാര്യ ഫൂൽ കൻവർ മൂന്നാമത്തെ ജൗഹറിനെ ആഹ്വാനം ചെയ്തു. സ്ത്രീകളും കുട്ടികളും വീണ്ടും തീയിലേക്ക് നടന്നുപോയി. കോട്ട കീഴടക്കിയ ശേഷം അക്ബർ നടത്തിയ കൂട്ടക്കൊലയിൽ നിരവധി ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് ചിത്തോർഗഡ് കോട്ട സന്ദർശിക്കുന്ന ആർക്കും ആ ജൗഹർ കുണ്ട് കാണാം. വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ഥലത്ത് ടൂറിസ്റ്റുകളെ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഭൂഗർഭ അറകളിലേക്ക് ഇറങ്ങുന്ന പല വഴികളും ഗവൺമെന്റ് സ്ഥിരമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇരുമ്പ് ഗ്രില്ലുകൾ ഇട്ട് ലോക്ക് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ അറകൾ പൂട്ടിക്കിടക്കുന്നത്? ഇവിടെ ചില നിഗൂഢമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് നാട്ടുകാരും സഞ്ചാരികളും പറയാറുണ്ട്.